സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിഡിൽ ഈസ്റ്റിലെ ട്രംപിൻ്റെ നയം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ വിദേശ നയം പ്രധാനമായും ഓറിയൻറ്റ് ചെയ്യുന്നത് ചൈനയെ ചുറ്റിപ്പറ്റിയാണ്. ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവുമില്ല എന്ന് ഉറപ്പിക്കാനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായും ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്രയേലുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെക്കാളേറെ ഇപ്പോൾ ട്രംപ് വിലമതിക്കുന്നത് ചൈനയെ ചെറുക്കുക എന്നുള്ള കാര്യത്തിലാണ് എന്ന് വേണം ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഒന്ന്, ഹൂത്തികളുമായി അമേരിക്ക ഒരു പാക്റ്റിലെത്തുന്നു, ഹൂത്തികളുമായി വെടിനിർത്തലിൽ ഏർപ്പെടുന്നു. അത് ഇസ്രയേലുമായി ആലോചിച്ചുകൊണ്ടല്ല ആ ഒരു സംഗതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഇതിൽ പെടുത്തിയിട്ടില്ല എന്ന് ഹൂതികൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇസ്രായേൽ തിരിച്ചു പ്രഖ്യാപിക്കുന്നു, ഇവിടെ അമേരിക്കയുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ചുറ്റും വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ഹൂത്തികളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക സഹായിക്കുകയില്ല എന്നല്ല. അമേരിക്ക ഇപ്പോൾ ഹൂതികൾക്ക് നേരെ അഴിച്ചുവിട്ടുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടല്ലോ, ആ വലിയ ആക്രമണം അമേരിക്ക നിർത്തിവെക്കുന്നു. പകരമായി ഹൂതികൾ റെഡ് സീയിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുകയില്ല എന്നും പറയുന്നു. അപ്പോൾ അത് അവിടെ നിർത്തി. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇറാനുമായിട്ടുള്ള ചർച്ച തുടരാനുള്ള ഒരു കണ്ടീഷനായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം ഇറാനുമായിട്ടുള്ള ചർച്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഞായറാഴ്ച തന്നെ ചർച്ച നടക്കും. കഴിഞ്ഞ ആഴ്ച ചർച്ച മുടങ്ങിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ചർച്ച തീരുമാനിച്ചിരുന്നത് റോമിലായിരുന്നു. അത് അമേരിക്കയിൽ നിന്ന് വരാനുള്ള സൗകര്യം, യൂറോപ്പ് വരെ യാത്ര ചെയ്താൽ മതി. ഇതിവിടെ ഈ ഒമാനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ അധികം യാത്ര ചെയ്യണം. പക്ഷേ ഇപ്രാവശ്യം വളരെ പെട്ടെന്ന് അത് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒമാനിൽ തന്നെ വിസ നടത്താൻ തീരുമാനിക്കുകയും വിറ്റ്കോഫ്, ട്രംപിൻ്റെ എമിസറി, നാളെ ഒമാനിലെത്തി ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇറാനുമായിട്ടും ഈ ചർച്ച നടത്തുന്നതിൻ്റെ ഒരു സംഗതി ചൈനയുടെ സ്വാധീനം ഇറാനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ചൈന ഇപ്പോൾ ഓൾറെഡി ചൈനയുടെ സ്വാധീനത്തിലാണ് ഇറാനുള്ളത്. ഇറാനെ ആ സ്വാധീനത്തിൽ നിന്ന് വേർപിടിക്കുക അല്ലെങ്കിൽ വേർപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ വലിയ ഒരു താല്പര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലൂടെ ഇറാൻ വലിയ ഒരു തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റ് 20 വർഷമായി ഒളിച്ചു നടത്തുന്നതായി ഇന്നലെ ഫോക്സ് ന്യൂസ് ഒരു വലിയ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2500 ഏക്കർ വരുന്ന ഒരു സമുച്ചയത്തിൽ ഒരു കെമിക്കൽ ഫാക്ടറി എന്ന പേരിൽ അവർ ട്രീഷ്യം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി, ട്രീഷ്യം ഐസൊലേഷൻ്റെ ഒരു ഫാക്ടറി നടത്തുന്നുണ്ട് എന്നാണ് ഫോക്സ് ന്യൂസ് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രീഷ്യം എന്നുള്ളത് തെർമോന്യൂക്ലിയർ ബോംബിൻ്റെ ഫ്യൂവലാണ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്, നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടത്. യുറേനിയം ഫ്യൂവലായിട്ടുള്ള ബോംബ് ഇറാൻ നിർമ്മിക്കുന്നു. അങ്ങനെ 3-4 ബോംബുകൾ നിർമ്മിക്കാനുള്ള യുറേനിയം ഫ്യൂവൽ 90% എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതാണ്. പക്ഷേ ഇതല്ല, ഇത് ട്രീഷ്യമാണ്. ട്രീഷ്യം എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ്. അതായത് തെർമോന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോംബ് കഴിഞ്ഞുള്ള സ്റ്റേജാണ്. അപ്പോൾ ഒരു ആറ്റം ബോംബ് യുറേനിയം ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോംബ്, അത് എക്സ്പ്ലോഡ് ചെയ്താൽ കിട്ടുന്ന സാഹചര്യത്തിൽ മാത്രം എക്സ്പ്ലോഡ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ട്രീഷ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന സാധനം. അപ്പം അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ആറ്റം ബോംബിനേക്കാൾ എത്രയോ ഇരട്ടി നാശം വിതയ്ക്കാൻ കഴിയുന്ന സാധനമാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോംബുകൾ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആറ്റം ബോംബുകൾ എന്നുള്ളത് അതിനെ കഴിഞ്ഞും കൂടുതൽ രാജ്യങ്ങൾക്കുണ്ട്. ന്യൂക്ലിയർ ബോംബിന് വേറെ ടെക്നോളജി, തെർമോന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബിന് ടെക്നോളജി വ്യത്യസ്തമാണ്. 1974 ഇന്ത്യ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ന്യൂക്ലിയർ ബോംബിലേക്ക് എത്തിയത് അല്ലെങ്കിൽ തെർമോന്യൂക്ലിയർ ബോംബിലേക്ക് എത്തിയത് 1998 മാത്രമാണ്. അപ്പം ഈ ടെക്നോളജി അത്രത്തോളം അഡ്വാൻസ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്കൊരു ഹൈഡ്രജൻ ഫ്യൂവലായി ഉപയോഗിക്കുന്ന തെർമോന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ തെർമോന്യൂക്ലിയർ ബോംബിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലായിട്ടുള്ള ട്രീഷ്യം അത് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഇറാനിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2500 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കെമിക്കൽ ഫാക്ടറി എന്ന ഡിസ്ഗൈസിൽ പുകമറയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് എന്നാണ് ഫോക്സ് ന്യൂസ് പുറത്തുവിട്ട ഈ വാർത്ത. അപ്പോൾ ഇത് കേട്ടത് ആകാശി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പൊട്ട ന്യൂസാണ്, ഇതിനകത്ത് യാതൊരു ഫാക്റ്റും ഇല്ല, ഇത് നെതന്യാഹു ഫാബ്രിക്കേറ്റ് ചെയ്ത് വിടുന്ന ന്യൂസാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ
എപ്പോഴെങ്കിലും ഒരു നെഗോസിയേഷൻ ഉണ്ടാവുന്നുണ്ടോ ആ സമയത്ത് ഇയാൾ ഇമാതിരിയുള്ള ന്യൂസ് പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഈ അമേരിക്കയുമായിട്ടുള്ള ഡിസ്കഷനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്ന ന്യൂസാണ് എന്നാണ് ഇറാന്റെ ഇതിനെ സംബന്ധിച്ചുള്ള വാദം. അപ്പം അതിന്റെ ശരിയോ തെറ്റോ അറിയാം. നമ്മൾ ഫോക്സ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് ഏജൻസിയാണ്. അപ്പം അവര് പറഞ്ഞ ഈ ന്യൂസിനെ സംബന്ധിച്ച്, അപ്പം ഇതിനെ സംബന്ധിച്ച് നെതന്യാഹുവിന്റെ പ്രതികരണം എത്രയും വേഗം ഞങ്ങളിത് തകർക്കും എന്നാണ് നെതന്യാഹുവിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പം അതിനിടയിലൂടെയാണ് അമേരിക്ക ഈ ന്യൂക്ലിയർ ടോക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ അമേരിക്കയും ഇസ്രായേലും രണ്ട് വഴിക്കാണ്. ഒന്ന് പിന്നെ ഒരു മിലിറ്ററി ആക്ഷൻ വഴി അവരുടെ ന്യൂക്ലിയർ പവറുകൾ നശിപ്പിക്കണമെന്നുള്ള ഒറ്റ വാശിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. നെഗോസിയേഷനിലൂടെ അവരെ ട്രാക്കിൽ കൊണ്ടുവരികയും അങ്ങനെ ചൈനീസ് ഇൻഫ്ലുവൻസിൽ നിന്ന് അവരെ വേർപ്പെടുത്തിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വേറെ പ്രധാനമായി സംഭവിക്കുന്നത്, ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിലേക്ക് ഈ കമ്മിങ് വീക്കിൽ ട്രംപ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സൗദി അറേബ്യയിൽ പവർ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായുള്ള അമേരിക്കൻ കമ്പനികളും സൗദി അറേബ്യയും തമ്മിലുള്ള കരാർ ഒപ്പിടുക എന്നുള്ള സംഗതിയാണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുൻ ധാരണ എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇസ്രായേലിനെ അംഗീകരിച്ചാൽ മാത്രമേ ഇത്തരം ഒരു കരാറ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു മുൻ ധാരണ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും കരാർ അടുത്ത ആഴ്ച ഒപ്പിടും. അവിടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ വരുന്നതിനെ സംബന്ധിച്ച് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ കരാറിലെത്താൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ കരാർ ഉണ്ടാക്കുന്നതിലും അമേരിക്കയെ സ്വാധീനിക്കുന്ന വിഷയം, അമേരിക്ക ഈ കാര്യം ന്യൂക്ലിയർ പ്ലാന്റുകൾ, സമാധാന ആവശ്യമുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ സൗദി അറേബ്യയിൽ സ്ഥാപിച്ചില്ലെങ്കിൽ ഈ കാര്യം ചൈന ചെയ്യും. അപ്പോൾ ചൈനയിൽ നിന്ന് ഈ കാര്യം സൗദി അറേബ്യ വാങ്ങുന്നത് ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് അമേരിക്ക തിരക്ക് പിടിച്ച് ഇങ്ങനെയൊരു കരാറിലേക്ക് എത്തുന്നത് എന്നാണ് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു വിഷയം, അതായത് സൗദി അറേബ്യ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് ഈ അബ്രഹാം അക്കോർഡിലേക്ക് കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വന്നതിന് ശേഷം മാത്രമാണോ ഈ കരാറിൽ എത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വിഷയമാണ്. അതിനിടയിലൂടെ ഗാസയിൽ അമേരിക്ക ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്നു എന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഗാസയിലേക്ക് അടുത്ത പട്ടിണിയാണെന്ന് നമുക്കറിയാം. ഗാസയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള ഒരു സാധനവും മെഡിസിൻസും ഒന്നും കടന്നു പോകാൻ ഇസ്രായേൽ അതോറിറ്റി അനുവദിക്കുന്നില്ല. കാരണം ഇസ്രായേൽ പറയുന്നത് ഈ ഗാസയിലേക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഹമാസിന്റെ ഭീകരന്മാർ തട്ടിയെടുക്കുകയാണ്. ഒന്ന്, അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ; രണ്ട്, അവർ വിറ്റ് കാശുണ്ടാക്കാൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അവർ തട്ടിയെടുക്കുന്നതുകൊണ്ട് ഗാസ റീജിയനിലേക്ക് ഒരു സാധനവും കടന്നു പോകാൻ അനുവദിക്കുകയില്ല എന്നുമാണ് ഇസ്രായേലിൻ്റെ നയം. അപ്പം അത് ഗാസ ഇപ്പോൾ ഓൾമോസ്റ്റ് പട്ടിണിയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനം എടുക്കുന്നു, അമേരിക്ക ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്നു. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന രാജ്യമല്ല ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്നത്, അമേരിക്കയിലെ പ്രൈവറ്റ് കമ്പനികളെയാണ് അമേരിക്ക ഇത് ഏൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അമേരിക്കയിലെ പ്രൈവറ്റ് കമ്പനികൾ ഫുഡ് കൗണ്ടറുകൾ തുറക്കുകയും അവർ അവിടെ ഒരു കുടുംബത്തിന് 75 കിലോ ഭക്ഷണ സാധനങ്ങൾ, ധാന്യങ്ങളായിട്ടും മറ്റ് മെറ്റീരിയൽസ് ആയിട്ടും ഒരാഴ്ചയിൽ പെർ വീക്ക് 75 കിലോഗ്രാമാണ് മാക്സിമം. അപ്പോൾ അവിടുത്തെ കുടുംബങ്ങളൊക്കെ ആളെണ്ണം കൂടുതലുള്ള ഫാമിലിയാണെന്ന് പറയണം. അപ്പോൾ എല്ലാ ഫുഡ് മെറ്റീരിയലും 75 കിലോഗ്രാം അവരത് വിതരണം ചെയ്യുന്നു. ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏജൻസിക്ക് ഇസ്രായേലിൻ്റെ പട്ടാളം പ്രൊട്ടക്ഷൻ നൽകുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ പട്ടാളത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ഈ ഭക്ഷണ സാധനങ്ങൾ ഗാസയിൽ ഉടൻ തന്നെ വിതരണം ചെയ്യാനാണ് അമേരിക്കൻ കമ്പനികൾ തുടങ്ങാൻ പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഇത് ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വരവിന് മുൻപ് തന്നെ ഗാസയിലെ പട്ടിണി മാറ്റണം എന്നുള്ളതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അവിടെ പട്ടിണി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പം ഹമാസ് ഇതിനകത്ത് ഒരു ഗ്രെയിൻ പോലും, ഒരു ധാന്യം പോലും തട്ടിയെടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കൻ താല്പര്യം. അപ്പോൾ അവിടെ യുഎനെ സംബന്ധിച്ച്, യുഎനാണ് ഇപ്പോൾ ഭക്ഷണ വിതരണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് യുഎനാണ്. യുഎനെ സംബന്ധിച്ച് അമേരിക്കയുടെ ഈ പ്രോഗ്രാമുമായി സഹകരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞു. അമേരിക്ക ഭക്ഷണ വിതരണം നടത്തുകയാണെങ്കിൽ ഈ പ്രസ്ഥാനവുമായി ഞങ്ങൾ സഹകരിക്കില്ല. കാരണം ഇത് പട്ടാളത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ്, ഇതിന് ഹിഡൻ അജണ്ടകളുണ്ട്, അതുകൊണ്ട് യുഎൻ ഇതിനോട് സഹകരിക്കാൻ കഴിയുകയില്ല എന്നാണ് യുഎൻ പറയുന്നത്. അതിന് ഒരു കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സൗത്ത് ഗാസയിലേക്ക് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. സദേൺ ഗാസയിൽ മാത്രമാണ് ഭക്ഷണ വിതരണം ഇവർ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ സദേൺ ഗാസയിൽ മാത്രമായിട്ട് മനുഷ്യവാസം ഒതുക്കുകയും നോർത്തേൺ ഗാസ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിൽ വരികയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണ് ഈ സൗതേൺ ഗാസയിൽ ഭക്ഷണം വിതരണം. അപ്പോൾ ഭക്ഷണം കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ സൗതേൺ ഗാസയിലേക്ക് പോകും. അങ്ങനെ സൗതേൺ ഗാസയിൽ പോയിട്ട് എല്ലാവരും കൂടെ താമസാക്കുമ്പോൾ ഈ നോർത്തേൺ ഗാസ ഇവർക്ക് കൈവശപ്പെടുത്താം. സൗതേൺ ഗാസയിൽ ആളുകളെല്ലാം കൂടെ അടിഞ്ഞുകൂടുകയും ചെയ്യും എന്നാണ് യുഎന്നിൻ്റെ വാദം. പക്ഷേ യുഎന്നകത്ത് ഹമാസിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത്
എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഹമാസിന് ഇതിനകത്ത് കൈയിട്ട് വരാൻ പറ്റുകയില്ല എന്നുള്ള ഹമാസിൻ്റെ സങ്കടമാണ് US ഇതിനോട് വിട്ടു നിൽക്കാനുള്ള കാരണമെന്നാണ് ഇസ്രായേൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇവിടെ പ്രൈവറ്റ് കമ്പനികൾ ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞതും ഇസ്രായേലുമായിട്ടുള്ള നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്ന് വാർത്താ ഏജൻസികൾക്ക് ഉറപ്പില്ല. അവർ ഏകപക്ഷീയമായിട്ടാണോ പ്രഖ്യാപിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇസ്രായേൽ അവിടെ കാവൽ നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സേനയാണ് ഇതിന് കാവൽ നൽകുക. ഭക്ഷണം വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് സേന പോവുകയില്ല, ആളുകളെ പേടിപ്പിക്കാതിരിക്കാൻ. പക്ഷേ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഡിസ്റ്റൻസ് വിട്ട് ഇസ്രായേൽ സേന അവിടെ ഉണ്ടാകും. കർശനമായ സ്ക്രീനിങ്ങോടുകൂടി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളുടെ കയ്യിൽ മാത്രമേ ഭക്ഷണം കൊടുത്തു വിടുകയുള്ളൂ. ഇത് ഹമാസ് എൻ്റെ കയ്യിൽ എത്തുകയില്ല എന്നുള്ളത് 100% ഉറപ്പിക്കുകയും വാഹനം കൊണ്ട് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കും. കാൽനടയായിട്ട് വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകണം. ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ചയിൽ തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഹമാസിനെ ഇത് ഒഴിവാക്കി എടുക്കാനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഗാസയുടെ ഭരണം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്നതിൻ്റെ ആദ്യ പടിയായും നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന വാർത്തകൾ. സൗദി അറേബ്യയെ സംബന്ധിച്ച് അവർക്ക് ന്യൂക്ലിയർ പവറുമായി ബന്ധപ്പെട്ട ഒരു പാക്ട് ഒപ്പിടാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു. അവർ ഇസ്രായേലിനെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല. ഹൂതികളുമായി അമേരിക്ക വെടിനിർത്തലിലെത്തിയെങ്കിലും ഇസ്രായേലുമായി അവർ യാതൊരു ധാരണയിൽ എത്തിയിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അവർ ഇന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പ്രഖ്യാപനം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നും ഇസ്രായേലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൂതിയെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ മതി എന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ച ഞായറാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചൈനയുടെ ഇൻഫ്ലുവൻസ് പരിപൂർണമായും ഒഴിവാക്കിയെടുക്കാനുള്ള ഒരു അമേരിക്കൻ ശ്രമമാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള പ്രോഗ്രാമായി തീരും. ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ ചൈന അതിൻ്റെ ഇടയിൽ തുരന്നു കയറി ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും എന്നുള്ള അമേരിക്കയുടെ ഭയമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ന്യായമായൊരു ഭയമാണത്. ആ ഭയമാണ് ഇതിനകത്ത് കാണുന്നതെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളിൽ ഇന്ന് പാകിസ്ഥാൻ്റെ മിലിറ്ററി വക്താവ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവരുടെ CF-17 എന്ന് പറയുന്ന 2 വിമാനങ്ങൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതായി അവർ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ രാജ്യത്തിനകത്ത് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ സേന ആക്രമിച്ചതായും അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവർ യുദ്ധത്തിലേക്ക് പോകാൻ തീരെ താല്പര്യപ്പെടുന്നില്ല എന്നും യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം വളർത്താനുള്ള യാതൊരു സംഗതിയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ലെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പാകിസ്ഥാൻ്റെ താല്പര്യമെന്നുമാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി വക്താവ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി എന്നും ഇന്ത്യ അത് മുഴുവൻ ചെറുത്തു എന്നുമാണ്. കാശ്മീരിൽ സാധാരണ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഷെൽവർഷം ഉണ്ടാവുകയും സാധാരണ ആളുകൾ മരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ കാണുന്നത് ആ സംഘർഷത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഈ സംഘർഷം കാശ്മീർ മേഖലയിലേക്ക് ചുരുങ്ങിയതായി കാണുന്നു. കഴിഞ്ഞ ഇതിന് മുൻപിലത്തെ രാത്രിയിൽ അവർ ഇന്ത്യയുടെ പല പട്ടണങ്ങളിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ലിമിറ്റഡായി. ഇപ്പോൾ അവരുടെ അത്രയൊന്നും കപ്പാസിറ്റി ഉള്ളതല്ലാത്ത ഡ്രോണുകൾ 400 ഡ്രോണുകൾ ഉപയോഗിച്ച് കാശ്മീരിലെ റീജിയനുകൾ, അതൊക്കെ ചെറിയ ടൈപ്പ് ഡ്രോണുകളാണ് ഉപയോഗിച്ച് കാശ്മീരിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ച് നാശനഷ്ടങ്ങൾ വരുത്താൻ ശ്രമിച്ചതായും അതൊക്കെ ഇന്ത്യയുടെ സേന നിർവീര്യമാക്കിയതായും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ സംഗതി ഒരു എസ്കലേഷനിലേക്കാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു യുദ്ധം എന്നുള്ള കാര്യം ഒരു സമയത്തും ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇത് മതഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത ഒരു നടപടി മാത്രമാണ്. ഇന്ത്യയുടെ രാജ്യത്ത് മതഭീകരവാദം നടപ്പാക്കാൻ അവർ ശ്രമിച്ചു. നമ്മളുടെ 26 സ്ത്രീകളെ അവർ വിധവകളാക്കി. അതിന് പകരമായി നമ്മൾ അവരുടെ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങളെ ആക്രമിച്ചു. ആ ഭീകര സംഘടനകളെ ആസ്ഥാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി, ഭീകര പ്രവർത്തനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പാകിസ്ഥാൻ നമ്മളെ തിരിച്ചാക്രമിക്കുകയാണ് ചെയ്തത്. അത് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്തു എന്നതിനേക്കാളേറെ പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മളതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭീകര പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപ്പതിച്ചു. അവരുടെ ഭീകര സംഘടനകളെ ആക്രമിച്ചാൽ അവർ ഇന്ത്യ ആക്രമിക്കും എന്ന ഒരു നിലവാരത്തിലേക്ക് അവർ താണുപോയി എന്നാണ് നമ്മൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ഒരു വിമാനവും പ്രവേശിച്ചിട്ടില്ല. അവരുടെ വിമാനങ്ങൾ പ്രവേശിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടത്. പക്ഷേ അവരുടെ വിമാനങ്ങൾ അവരുടെ അതിർത്തിക്കുള്ളിൽ തന്നെ വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യൻ സേന
അവരുടെ വിമാനങ്ങൾ തകർത്തതായി അവകാശപ്പെട്ടിട്ടേയില്ല. നമ്മളുടെ പത്രങ്ങൾ പറയുന്നത് അവരുടെ 7ഓളം വിമാനങ്ങൾ മൊത്തം തകർത്തു എന്നൊക്കെയാണ് നമ്മളുടെ മാധ്യമങ്ങളിൽ കാണുന്നത്. അവർ സമ്മതിച്ചിട്ടുള്ളത് അവരുടെ 2 CF-17 ചൈനീസ് നിർമ്മിതമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ്. 2 CF-17 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് അവർ സമ്മതിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഒരു വലിയ എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഏതാനും ദിവസങ്ങൾ കൂടി വെടിനിർത്തലുകൾ തുടരും. അതിനിടയിലൂടെ ഒരുപക്ഷെ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾക്കും ഒക്കെ സാധ്യതയുണ്ടെന്ന് വേണം വിചാരിക്കാൻ.